ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബട്ടർ കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീട്ടിൽ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇത് മുട്ട ചേർക്കാതെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് കുറേ മുമ്പ് എടുത്ത് പുറത്ത് വെച്ചതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയും ബട്ടറും ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ച് വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി എടുക്കണം. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ വേണമെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈകൊണ്ട് വേഗത്തിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. വീറ്റ് ഫ്ലോർ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. 1/4 കപ്പ് കോൺഫ്ലവർ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കിക്ക് ആ ഒരു കറക്റ്റ് ഒരു നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഒരുപാട് പാൽ ചേർത്ത് ഇത് ഈ ഡോ അങ്ങ് ഒരുപാട് ലൂസായി പോകരുത്. 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതിയാവും. ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലോർ ഇടുന്ന സമയത്ത് ബേക്കിംഗ് പൗഡർ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഡോ ആക്കി എടുക്കാം. ഒരുപാട് നീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതായിട്ടുണ്ട്. നല്ലതുപോലെ സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുത്താൽ മതി. ഒരുപാട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഇട്ട് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിൽ നിന്നും ഒരു ചെറിയൊരു ബോൾ എടുത്തിട്ട് കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലെയുള്ള ചെറിയൊരു വിസ്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷേപ്പ് ഉണ്ടാവും. ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ട്രേ ആണ് യൂസ് ചെയ്യുന്നത്. ബേക്കിംഗ് പേപ്പർ വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. കുക്കിയുടെ ഡോ കറക്റ്റ് ആ പാകത്തിന് വരുന്നതുകൊണ്ടാണ് ക്രാക്കൊന്നും ഇല്ലാതെ നമുക്കിത് ഒന്ന് ബോളാക്കി എടുക്കാൻ പറ്റുന്നത്. കുക്കി ഇതേപോലെ എടുത്തിട്ട് കയ്യിൽ വെച്ച് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മറ്റൊരു ഷേപ്പിൽ നമുക്ക് കുക്കി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട്. ഞാൻ ഓവൻ 170 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓവനിലേക്ക് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓരോ ഓവനിലും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ കുക്കിയെല്ലാം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ താഴ്ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഓവനിൽ നിന്ന് എടുത്ത പാടെ തന്നെ എടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഇതേപോലെ നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ അളവിൽ ഇത്രയും കുക്കിയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ കുക്കിയുടെ വലിപ്പം അനുസരിച്ചിട്ട് കുറച്ച് എണ്ണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. താങ്ക് യു.